വെൽക്കം ടു ട്രേഡ് റൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നടത്താം. അതിനുവേണ്ടി പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സെല്ലിംഗ് ക്യാൻഡലിലെ ലോ ആൻഡ് ഹൈ ആണ്. അങ്ങനെ മാർക്ക് ചെയ്യാനുള്ള കാരണം ഇന്നലെ ആ ഒരു ക്യാൻഡലിന്റെ ഉള്ളിലാണ് ട്രേഡ് നടന്നത്. ഇന്നും ആ ഒരു ക്യാൻഡലിന്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് നടക്കുന്നത്. ഇന്നത്തെ ക്യാൻഡലിനെ ശ്രദ്ധിച്ചാൽ കാണാം, ഇന്നലത്തെ ക്യാൻഡലിന്റെ ലോ എടുത്തതിന് ശേഷം അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് തരുന്നുണ്ട്. എനിവേ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കുറച്ചും കൂടി പ്രധാനപ്പെട്ട ഏരിയാസ് ആഡ് ചെയ്യാനുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇന്ന് നോക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നത് ഇന്ത്യൻ സമയം 11:30-ക്കാണ്, രാത്രിയാണ് വരുന്നത്. FOMC മീറ്റിംഗ് മിനിറ്റ്സ് ആണ് വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് ആണ് അത്. ന്യൂസ് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരുപക്ഷെ നല്ല രീതിയിലുള്ള ഒരു ഫ്ലക്ച്വേഷൻ കാണിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ മൂവും കാണിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ ആ ഒരു സമയം പരമാവധി വിട്ടു നിൽക്കുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് ഒരു മൂവ്മെന്റ് ഒക്കെ തന്ന് കൃത്യമായ ഡയറക്ഷൻ ഒക്കെ തന്നതിന് ശേഷം ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. 1 അവറിന്റെ ചാർട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് നല്ല രീതിയിലൊരു മൂവ്മെന്റ് കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് മുകളിലോട്ട് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ മിനിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ്. അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അതിന്റെ മുകളിലോട്ട് നോക്കുന്ന സമയത്ത് മറ്റൊരു ഏരിയയും കൂടി നമുക്ക് കാണാം. ഇവിടെയും നോക്കിയാൽ കാണാം, ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് നല്ലൊരു സപ്ലൈ നടന്ന ഏരിയയും കൂടിയാണ്. അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ എത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നല്ലൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. ഇപ്പോ ഈ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തൊരു ക്യാൻഡിലിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ, അതായത് ഈ ഒരു ലെവലിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. ഈ ഒരു ലെവലിൽ നിന്നിട്ട് മാർക്കറ്റിന് ഒരു ബൈ എൻട്രി എടുക്കാം. ബൈ എൻട്രി എടുക്കുമ്പോൾ ഏറെക്കുറെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ വരെ നമുക്ക് വെക്കാവുന്നതാണ്. ഈ ഒരു ഹൈ എന്ന് പറയുമ്പോൾ 3023 വരെയൊക്കെ വെക്കാവുന്നതാണ്. അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലുള്ളതാണ്. 50 മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു മൾട്ടിപ്പിൾ ടച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലെവൽ വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. 3026 അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് വരെ വരാം. ഈ ഒരു ഹൈ വരെ വരാനുള്ള സാധ്യതയും കൂടിയും കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഇവിടുന്ന് എല്ലാം ഒരു റിവേഴ്സൽ കിട്ടാനും സാധ്യതയുണ്ട്. നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് താഴോട്ടേക്ക്, അതായത് നല്ലൊരു സെല്ലിംഗ് പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് താഴോട്ടേക്ക് ട്രേഡ് എടുക്കാം. അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാക്സിമം ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് ടാർഗറ്റ് വെച്ച് ഒഴിഞ്ഞു പോവുകയാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെയാണ് എൻട്രി സാധ്യതകൾ, രണ്ട് എൻട്രി സാധ്യതകൾ പറയുന്നത്. മറ്റൊരു സാധ്യത എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് കയറി വരുമ്പോഴാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടി ഉണ്ട്. അതിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം, ഒരു സപ്ലൈ നടന്നതാണ്. മാത്രമല്ല വലിയ സപ്ലൈ നടന്നതാണ്. ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം, 2 തവണ ഒരു വലിയ FEG ക്രിയേറ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് നടന്നതാണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ മിനിമം ഒരു റിയാക്ഷനെങ്കിലും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ നല്ല റിവേഴ്സലും ആവാം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ലൈൻ, അതായത് നമ്മൾ ഇന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ലൈനിന്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു വീഴ്ച താഴോട്ടേക്ക് വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും സപ്പോർട്ട് ഏരിയാസ്, സപ്പോർട്ട് ഏരിയാസ് താഴെയുണ്ട്. ആ ഒരു ഏരിയയിലേക്കൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. എക്സ്പെഷ്യലി ഈ ഒരു ലെവലൊക്കെ നോക്കിയാൽ കാണാം, കുറെ നാള് ഒരു കൺസോളേഷൻ ഒക്കെ നടന്ന ഏരിയ ആണ്. അപ്പൊ ആ ലെവലിലേക്കൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഏരിയാസിൽ വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. എന്നിട്ട് മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.